കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പ്രധാനപ്പെട്ട ചാന്ദ്രദിന ചോദ്യോത്തരങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഏതാണ്ട് 100-ൽ പരം ചോദ്യോത്തരങ്ങൾ ഈ വീഡിയോയിൽ നാം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻസ് പഠിക്കുന്നതിലൂടെ തന്നെ ഫുൾ മാർക്ക് നേടാൻ കഴിയുന്ന രീതിയിലാണ് നാം ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ പൂർണ്ണമായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കില്ല. കൂട്ടുകാരെ, നിങ്ങൾക്കായിട്ട് വീഡിയോയുടെ അവസാനമായിട്ട് ഒരു ബോണസ് ക്വസ്റ്റ്യൻ ആഡ് ആക്കിയിട്ടുണ്ട്. അതിന് ശരിയായ ഉത്തരം താഴെ കമന്റ് ബോക്സിൽ എഴുതാനും ഒപ്പം നിങ്ങളുടെ പേര് കൂടി ഉൾപ്പെടുത്താൻ മറക്കില്ലേ. അടുത്ത വീഡിയോയിൽ വിജയികളുടെ പേരുകൾ നാം ഉൾപ്പെടുത്തുന്നതാണ്. ഒരു വ്യാഴവട്ടം എന്നത് എത്ര വർഷം ആണ്? ഉത്തരം 12 വർഷം. നിലവിലെ ISRO ചെയർമാൻ ആരാണ്? ഉത്തരം ഡോക്ടർ വി നാരായണൻ. ഒരു ഉപഗ്രഹം മാത്രമുള്ള ഗ്രഹം ഏതാണ്? ഉത്തരം ഭൂമി. ഭൂമിക്ക് ഒരേ ഒരു ഉപഗ്രഹം മാത്രമേ ഉള്ളൂ, അതാണ് ചന്ദ്രൻ. ഏറ്റവും തിളക്കമുള്ള ഗ്രഹം ഏത്? ഉത്തരം ശുക്രൻ. ശുക്രനാണ് ഏറ്റവും തിളക്കമുള്ള ഗ്രഹം. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹം ഏതാണ്? ഉത്തരം വ്യാഴത്തിന്റെ ഉപഗ്രഹമായ വിദ്യാഭ്യാസ ആവശ്യാർത്ഥം ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം ഏത്? ഉത്തരം എജിയോസാറ്റ്. ഭൂമിയോട് ഏറ്റവും അടുത്ത ആകാശഗോളം ഏതാണ്? ഉത്തരം ചന്ദ്രൻ. ഏറ്റവും കൂടുതൽ കാലം ബഹിരാകാശത്ത് കഴിഞ്ഞ ഇന്ത്യൻ വനിത ആരാണ്? ഉത്തരം സുനിത വില്യംസ്. ഇന്ത്യയുടെ ആദ്യ വാർത്താവിനിമയ ഉപഗ്രഹം ഏതായിരുന്നു? ഉത്തരം ആപ്പിൾ. എജിയോസാറ്റ് വിക്ഷേപിച്ച വർഷം ഏത്? ഉത്തരം 2004. 2014 ചൊവ്വയുടെ ഭ്രമണപഥത്തിൽ എത്തിയ ഇന്ത്യയുടെ ഉപഗ്രഹം ഏത്? ഉത്തരം മംഗൾയാൻ. ആധുനിക ബഹിരാകാശ ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ഗലീലിയോ ഗലീലി. ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ഏത്? ഉത്തരം വ്യാഴം. പ്രഭാത നക്ഷത്രം എന്ന പേരുള്ള ഗ്രഹം ഏതാണ്? ഉത്തരം ശുക്രൻ. ചന്ദ്രനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഏത് പേരിൽ? ഉത്തരം സെലനോളജി.